നമ്പറിൽ തൊട്ടിരിക്കുന്നു ആം ആദ്മി പാർട്ടി. ഇതാദ്യമായി ബി.ജെ.പി പിന്നിൽ പോവുകയും ആം ആദ്മി പാർട്ടി തിരിച്ചുവരവും നടത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ കാണുന്നത്. അവിശ്വസനീയമായ കാഴ്ച. ജയിക്കാൻ ഒരു ഓവറിൽ 36 റൺസ് വേണ്ടി വരുമ്പോൾ അവിടെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന യുവരാജ് സിംഗിനെ പോലെ ഇതാ ബാറ്റിംഗിന് ഇറങ്ങിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളും അതിഷയും. ഒപ്പം പിന്നിലാണെങ്കിൽ പോലും ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളിൽ പുഞ്ചിരി പടർത്തിക്കൊണ്ട് ആത്മവിശ്വാസം പടർത്തിക്കൊണ്ട് ഇതാ ആം ആദ്മി പാർട്ടിയുടെ വൻ തിരിച്ചുവരവ്. 36 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി, 33 സീറ്റുകളിൽ ബി.ജെ.പി, ഒരിടത്ത് മാത്രം കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വോട്ടർമാർ കണ്ണയച്ച് കൈയയച്ച് ആം ആദ്മി പാർട്ടിയെ തഴുകിത്തലോടി ചൂലെടുത്ത് അവർ അധികാരത്തിലേക്ക് ഒരിക്കൽ കൂടി. അരവിന്ദ് കെജ്രിവാൾ, നീ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകൂ, ലോട്ടസിനേക്കാൾ ഞങ്ങൾക്ക് ചൂലിനെ ഇഷ്ടമെന്ന് ദില്ലിയിലെ വോട്ടർമാർ പറയുന്ന കാഴ്ചയാണോ നമ്മൾ കാണുന്നത്? സൂപ്പർ ഓവറിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 35-34-1 ബി.ജെ.പി 35, ആം ആദ്മി പാർട്ടി 34. നോക്കൂ, കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയ ബി.ജെ.പിയെ തിരികെ പിടിച്ച് ആം ആദ്മി പാർട്ടി ഇപ്പോൾ മാജിക് നമ്പറിൽ തൊട്ടിരിക്കുന്നു ആം ആദ്മി പാർട്ടി. ഇതാദ്യമായി ബി.ജെ.പി പിന്നിൽ പോവുകയും ആം ആദ്മി പാർട്ടി തിരിച്ചുവരവും നടത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ കാണുന്നത്. അവിശ്വസനീയമായ കാഴ്ച. ജയിക്കാൻ ഒരു ഓവറിൽ 36 റൺസ് വേണ്ടി വരുമ്പോൾ അവിടെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന യുവരാജ് സിംഗിനെ പോലെ ഇതാ ബാറ്റിംഗിന് ഇറങ്ങിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളും അതിഷയും. ഒപ്പം പിന്നിലാണെങ്കിൽ പോലും ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളിൽ പുഞ്ചിരി പടർത്തിക്കൊണ്ട് ആത്മവിശ്വാസം പടർത്തിക്കൊണ്ട് ഇതാ ആം ആദ്മി പാർട്ടിയുടെ വൻ തിരിച്ചുവരവ്. 36 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി, 33 സീറ്റുകളിൽ ബി.ജെ.പി, ഒരിടത്ത് മാത്രം കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വോട്ടർമാർ കണ്ണയച്ച് കൈയയച്ച് ആം ആദ്മി പാർട്ടിയെ തഴുകിത്തലോടി ചൂലെടുത്ത് അവർ അധികാരത്തിലേക്ക് ഒരിക്കൽ കൂടി. അരവിന്ദ് കെജ്രിവാൾ, നീ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകൂ, ലോട്ടസിനേക്കാൾ ഞങ്ങൾക്ക് ചൂലിനെ ഇഷ്ടമെന്ന് ദില്ലിയിലെ വോട്ടർമാർ പറയുന്ന കാഴ്ചയാണോ നമ്മൾ കാണുന്നത്? സൂപ്പർ ഓവറിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 35-34-1 ബി.ജെ.പി 35, ആം ആദ്മി പാർട്ടി 34. നോക്കൂ, കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയ ബി.ജെ.പിയെ തിരികെ പിടിച്ച് ആം ആദ്മി പാർട്ടി